യുജിസിയുടെ നിയന്ത്രണം സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ഭിന്നത വ്യക്തമാക്കി വിദഗ്ധർ. കാവ്യവൽക്കരണമെന്ന് ഇടത് സർക്കാർ പറയുമ്പോഴും UPA സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥകളെപ്പറ്റി ഇടത് സർക്കാരിന് മൗനം. നിയമസഭ രൂപീകരിച്ച നിയമങ്ങൾക്കനുസൃതമായാണ് സംസ്ഥാന സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും കോൺഗ്രസിനെ സർക്കാർ വിമർശിക്കുന്നില്ല. സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് UGC കരട് ചട്ടങ്ങളെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. VC നിയമനത്തിൽ ഉൾപ്പെടെ നിർണായക നിരീക്ഷണം നടത്തിയാണ് UGCയുടെ മാർഗനിർദ്ദേശം പുറത്തു വന്നതും. എന്നാൽ തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ ഇതിനെതിരാണ്. VC നിയമിക്കുന്നതിനായി 3 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിക്കണമെന്നും കമ്മിറ്റി സമർപ്പിക്കുന്ന പാനലിൽ നിന്നും ഗവർണർ VC നിയമിക്കുമെന്നും തീരുമാനിച്ചത് 1967-ൽ EMSഉം 1974-ൽ അച്യുതമേനോനും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അന്ന് പുതിയ നിയമങ്ങൾ നടപ്പാക്കിയപ്പോഴാണ് ഈ വ്യവസ്ഥ നിലവിൽ വന്നത്. ചാൻസലർ, UGC, യൂണിവേഴ്സിറ്റി എന്നിവരുടെ പ്രതിനിധികളായിരിക്കും കമ്മിറ്റിയിലെന്നാണ് വ്യവസ്ഥ. തുടർന്ന് UPA സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന 2010-ലെ UGC റെഗുലേഷനിലും സമാന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചതോടെ രാജ്യം മുഴുവനും ഈ വ്യവസ്ഥ ബാധകമായി. എന്നാൽ NDA ഗവൺമെന്റ് പുറപ്പെടുവിച്ച 2018-ലെ റെഗുലേഷനിൽ സെർച്ച് കമ്മിറ്റി ആരാണ് രൂപീകരിക്കേണ്ടതെന്നോ കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളാകണമെന്നോ വ്യവസ്ഥ ചെയ്തിരുന്നില്ല. പകരം സെർച്ച് കമ്മിറ്റിയിൽ UGC നോമിനി ഉണ്ടാകണമെന്ന് മാത്രമേ വ്യവസ്ഥ ചെയ്തിരുന്നുള്ളൂ. ഇത് മുതലെടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ന്യായീകരണങ്ങൾ. ഒപ്പം UGCക്കെതിരെ പ്രതിഷേധത്തിന് നീങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.